നമ്മുടെ SWP കാൽക്കുലേറ്ററിൽ നമുക്കൊരു 50 ലാക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് 8% ആണെങ്കിൽ അല്ലെങ്കിൽ 5% ആണെങ്കിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എത്ര നമുക്ക് 10 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ 50 ലാക്സ് ക്യാപിറ്റൽ ഗ്രോ ചെയ്യും എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എത്ര പ്ലാൻ ചെയ്തത് 50 ലാക്സ് അല്ല. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 12% ഗ്രോ ചെയ്തു എന്നൊരു അസംഷനിൽ വരയ്ക്കാം. ഇയർലി പേ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ 5% എടുക്കുള്ളൂ. അപ്പോൾ 2.5 ലാക്സ് ആണ് നമ്മൾ ഇയർലി പേ ഔട്ട് എടുക്കുന്നത്. ഈ യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ SWP ഒന്നും എടുക്കാതെ, അതായത് പുറത്തേക്കൊന്നും എടുക്കാതെ നിന്നിരുന്നെങ്കിൽ ഈ 50 ലാക്സ് 1,73 lakhs ആയി മാറിയാണ്. പക്ഷേ ഈ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ 2.5 lakhs ഇയർലി എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 10th ഇയർ എൻഡിൽ 1,11 lakhs ആണ് ഓൾമോസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലുള്ളത്. നമ്മൾ അതുപോലെ എല്ലാ വർഷവും ഈ പേ ഔട്ട് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്ര ഗ്രോത്ത് റേറ്റ് നമുക്ക് ക്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എത്ര 12%. അപ്പോൾ നമ്മുടെ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 50 lakhs ആണ്. വാല്യൂ ആഫ്റ്റർ 10 years എന്ന് പറയുന്നത് 1,11 lakhs ആണ്. ടോട്ടൽ ഇയർലി പേ ഔട്ട് 10 വർഷത്തെ പേ ഔട്ട് 2,50,000 എടുക്കുമ്പോഴത്തേക്കും 25 lakhs ആണ് ടോട്ടൽ പേ ഔട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഈ 5 lakhs ആക്കി മാറ്റാം. 5 lakhs ആക്കി മാറ്റുമ്പോൾ എന്താണ് പറ്റുന്നത് നോക്കാം. വിച്ച് ഇസ് 10%. 10% എടുക്കുമ്പോഴത്തേക്കും നോക്കൂ, ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ടോ. 1,11 lakhs നിന്ന് നമ്മൾ 67 lakhsലേക്കാണ് ടോട്ടൽ വന്ന് നിൽക്കുന്നത്. വിച്ച് ഇസ് വെരി വെരി ബാഡ് ഫോർ അവർ വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്. ഈ ഗ്രോത്ത് റേറ്റ് ഇത് പഴയ പോലെ 2,50,000 പോവാം. ഇനി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8% വെക്കാം. അപ്പോൾ 8% കൊടുത്ത് 2.5 lakhs കൊടുക്കുമ്പോഴും നമ്മുടെ 71 lakhs ആവുന്നുണ്ട് നമ്മുടെ ടോട്ടൽ കോർപ്പസ് എന്ന് പറയുന്നത്. നമ്മളൊന്നും എടുത്തില്ലായിരുന്നെങ്കിൽ 1,16 lakhs ആണ്. അതാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്.